മഹോദേവിയിലെ പ്രമോയില മാധവൻ നന്ദനയും മുരളിയും കണ്ടൊന്ന് ഞെട്ടി അവർ അടുത്തേക്ക് വരികയാണ്. കല്യാണം മുടക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ പോകുമെന്ന് കരുതണ്ടെന്നൊക്കെ മാധവൻ നന്ദനോട് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നന്ദൻ പറയും, ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ പോകണമെന്നൊന്നുമില്ല അല്ലേ മുരളി എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് മാധവൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർത്തികേയൻ പറയുകയാണ്, എന്താ മാധവേട്ട, ഇവർ നമ്മുടെ കല്യാണം കൂടാൻ വന്നതല്ലേ, അതിഥികൾ എന്നൊക്കെ പറഞ്ഞ് മാധവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ശാരിക എടുത്തിട്ട് ചെല്ലുകയാണ്. അങ്ങനെ കാർത്തികേയൻ ശാരികയുടെ കൈ പിടിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് എല്ലാവരുടെയും അനുഗ്രഹവും മേടിച്ച് കാർത്തികേയൻ മണ്ഡപത്തിൽ കയറിയിരിക്കുക കേട്ടോ. ശാരികയും കൊണ്ടുപോകാനുള്ള സമയമായി. അപ്പോഴാണ് നമ്മുടെ ദേവി അവിടെ എത്തുന്നത് കേട്ടോ. ദേവിയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇച്ചാപ്പി ദേവിയുടെ മുമ്പിൽ വന്ന് തടഞ്ഞു നിർത്തി അവിടേക്ക് പോകാൻ സമ്മതിക്കാതെ നിൽക്കുകയാണ്. അപ്പം മാധവൻ പറയുന്നുണ്ട്, എൻ്റെ മോളാന്ന് കരുതി പറയുകയല്ല, അവളൊരു അസുര വിത്താണ്, അവളെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇച്ചാപ്പി ദേവിയെ പിടിച്ച് തള്ളിയാണ്. മുരളിയും നന്ദനും ഒക്കെ തടസ്സപ്പെടുത്താൻ വരുന്നുണ്ട്. പക്ഷെ അവർക്കത് കഴിയുന്നില്ല, അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ മുഹൂർത്തത്തിൻ്റെ ടൈമായി. കാർത്തികേയൻ ശാരികയെ വിവാഹം കഴിക്കുമോ എന്ന് നമുക്കിന്നറിയാം.